ഹലോ ഗായ്സ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഷു വരാറായി. അങ്ങനെ വിഷു എല്ലാ പ്രാവശ്യവും നമ്മൾ വിഷുക്കണിയൊക്കെ വയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം വെച്ചാമ വിഷു വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷു വെച്ച്. അപ്പം ഇപ്രാവശ്യവും വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇവിടെ കണിക്കൊന്നയില്ല, അപ്പം അതുകൊണ്ട് കണിക്കൊന്നയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് നമ്മുടെ റോഡിൻ്റെ കുറച്ച് അപ്പുറത്തൊരു വീട്ടിലുണ്ട്, അവിടെ പോകണം. പിന്നെ ഇപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് പൂത്തു നിന്ന കണിക്കൊന്നയാണെങ്കിൽ എല്ലാം കൊഴിഞ്ഞു കിടക്കുന്നത് കാണാം റോഡിലൊക്കെ. അപ്പം അതിന് മുന്നേ കണി വെക്കുന്നതിന് മുന്നേ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്താ പറയുക, കണി വെക്കുന്ന സ്ഥലം നമ്മുടെ പഴയ കൃഷ്ണൻ, ഒരു വർഷമായി കൃഷ്ണനെ പുറത്തെടുത്തിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു കൃഷ്ണൻ്റെ ബിംബം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. എവിടെയോ വച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനല്ല കണി വെച്ചത്, അമ്മയായിരുന്നു കണി വെച്ചത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കണ്ട. നമ്മുടെ കുഞ്ഞുമണികൾ ഇപ്പോൾ രാവിലെ 7 മണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുമണികളൊക്കെ ഉറക്കം എണീറ്റിട്ട് കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. കുറച്ച് പൊടിയൊക്കെ അടിച്ച് നോർത്ത് ഇന്ത്യാസുകാർ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു ഇവിടെ നെയ്യാറ്റിൻകര. ഇപ്രാവശ്യം എന്താ പറയുക, നമ്മുടെ കൃഷ്ണൻകോവിലിൽ ഉത്സവം കഴിഞ്ഞിരുന്നല്ലോ. അപ്പം ആ ഒരു ടൈമിലാണ് എൻ്റെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ചുരുട്ടി മടക്കി ഒരുത്ത വെച്ചീരൊക്കെ ഷീറ്റെല്ലാം ചുരുട്ടി വെച്ചീര്. എന്താ പറയുക, നമുക്ക് ആ ഒരു മാട്രസ്, ഞാൻ വാങ്ങിച്ച മാട്രസ് എന്ന് പറയുന്നത് എമ്മയുടെ മാട്രസ്സാണ്. അപ്പോൾ നമുക്ക് മാട്രസിനെ പറ്റി നമുക്കൊന്ന് കാണാം. പഴയ മാട്രസ് മാറ്റേണ്ടതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിൻ ആയിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ മാട്രസിൽ കിടന്നതേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ, അതുമാത്രമല്ല നമുക്ക് ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലായിരുന്നു. അതിന് എണീക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റില്ല. ക്യാഷ് പോയത് മാത്രം തന്നെയായിരുന്നു മെച്ചം, അല്ലാണ്ട് ഈ ഒരു മാട്രസിനെ കൊണ്ട് ഒരു ഉപയോഗവും നമുക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഈ എമ്മ മാട്രസ് ഞാൻ ഓർഡർ കൊടുത്തത്. നല്ലൊരു റിവ്യൂ തന്നെയായിരുന്നു ഇതിന്. കാരണം ഇത് വാങ്ങിയവരെല്ലാവരും ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു എമ്മ മാട്രസ് വാങ്ങിയത്. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് സൈഡിൽ വെച്ചിട്ട് ലക്കി കാണാനില്ല. ഇനി വേണോന്ന് പഴയ മാട്രസ് മാറ്റാനിരിക്കുന്നവർക്കും പുതിയ മാട്രസ് വാങ്ങാനിരിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എമ്മ ജർമ്മനിയുടെ ഈ ഒരു മാട്രസ്സാണ്. ഇറങ്ങിക്കോ.
കേട്ട ഇപ്പോഴും ഉരുണ്ടും പറയിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഇതിലാണോ കിടക്കുന്നേ? ഓക്കെ, ഡബിൾ ഓക്കെ. പിന്നെ ഞാൻ മാട്രസിൻ്റെ കൂടെ ഒരു കവറും 2 പില്ലോയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെവലപ്പും ഡിസൈനും ചെയ്തത് ജർമ്മനിയാണ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. അതായത് സ്റ്റൊമക്ക് സ്ലീപ്പേഴ്സിനാവട്ടെ, സൈഡ് സ്ലീപ്പേഴ്സിനാവട്ടെ, ബാക്ക് സ്ലീപ്പേഴ്സിനാവട്ടെ, അവർക്കൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പില്ലോ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അൾട്രാ ഡ്രൈ കവറാണ്, ഡയമണ്ട് ഡിഗ്രിയാണ്, സപ്പോർട്ട് ഫോമാണ്, ജെൽ മെമ്മറി ഫോമാണ്, അൾട്രാ ഡ്രൈ കവറും ആണ്. കൂടാതെ ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. 3 years വാറൻറ്റി കൊടുക്കുന്നുണ്ട്. നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. ഈ പില്ലോ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആണ് തരുന്നത്. അതായത് നമ്മുടെ ഹെഡും നെക്കും ഒക്കെ നല്ലതുപോലെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എമ്മ മാട്രസ്. അപ്പോൾ ഞാനിത് വാങ്ങിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് എമ്മയുടെ റിവ്യൂസൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു മെത്ത പർച്ചേസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കുഞ്ഞു മക്കളൊക്കെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവരെപ്പോഴും ഈ ബെഡിലാണ്. നമ്മൾ എത്രത്തോളം മാറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞിരുന്നാലും ഈ ഒരു മെത്തയിലായിരിക്കും ചില സമയത്ത് അവർ യൂറിൻ പാസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ മെത്ത വാങ്ങിച്ച സമയത്ത് ഫസ്റ്റ് ലക്കിയാണ്. ഈ ഇടയ്ക്ക് എന്താ പറയുക, അവരൊരു 3 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് വാങ്ങിയ മെത്തയായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു ടൈം, 1 വർഷം പോലും ആയിട്ടില്ല. അപ്പം അതിൽ ഫസ്റ്റ് ഉദ്ഘാടനം തന്നെ കഴിഞ്ഞു. അതുകൊണ്ടിട്ട് അന്നേ അത് ഇല്ലാണ്ടായി. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ആ മെത്ത യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കതൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. അത് ഞാൻ ജെന്യൂനായിട്ട് ഞാൻ പറയാണ്. കാരണം അതൊരു സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മളെ വെയിറ്റ് ഫുൾ, അതായത് നമുക്ക് ഇടത് സൈഡിലേക്ക് കിടക്കാൻ പറ്റുമോ, കുഞ്ഞിങ്ങനെ ആകുമ്പോഴത്തേനും അതത്രയും കുഴിഞ്ഞ് താഴ്ന്നു പോകും. എനിക്ക് ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോയൊക്കെ ഇരിക്കും, ഉറക്കമില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേ ഞാൻ അമ്മയുടെ മാട്രസ് വാങ്ങിക്കേണ്ടതായിരുന്നു. സോ പിന്നെ ഇപ്പോഴെന്തായാലും, കാരണം നിക്കുമ്പോഴും കൂടെ ആയപ്പോഴത്തേനും മാട്രസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു. സൈഡൊക്കെ ഇളവിപ്പോയി. സൈഡിലാണെങ്കിൽ ഒരു നൂല് പിടിച്ച് വലിച്ചിട്ട് ലക്കി കൂട്ടി ഒരു സൈഡിലൊരു നൂലുണ്ടായിരുന്നു. കാരണം അത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത മാട്രസ് ആയതുകൊണ്ട് തന്നെ ആ നൂല് വലിച്ചിളക്കി അതിനകത്തിരുന്ന എല്ലാ സാധനങ്ങളും വെളിയിലോട്ട് ചാടും. അങ്ങനെയാണ് ഞാനത് മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഞാൻ എടുക്കേണ്ട, അതായത് നമ്മുടെ എമ്മ ജർമ്മനിയുടെ ഈ മാട്രസ് എടുക്കേണ്ട മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ നിക്കുമോളുടെ പ്രായം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് താഴോട്ട് ഇറങ്ങത്തില്ല ഈ ഒരു മാട്രസിൽ. നമ്മൾ വേറെയുള്ള മാട്രസ് പോലെയല്ല, ഇതിലാണെങ്കിൽ 100% വാട്ടർ പ്രൂഫാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ എമ്മയുടെ മാട്രസ് ആണ് അവർ യൂസ് ചെയ്ത് വരുന്നത്. 33+ എബോ കൺട്രീസിലെ നമ്മളുടെ ഈ എമ്മയുടെ മാട്രസ് ആണ് അവർ യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, 100 ദിവസം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ട്രയലാണ്. കാരണം നമുക്ക് 100 ദിവസം നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ തരുന്നതാണ്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്, നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നെ കൂടാതെ 15 വർഷത്തെ വാറൻറ്റി ഇവർ തരുന്നുണ്ട്, ഈ എമ്മ മാട്രസ് തരുന്നുണ്ട്. പിന്നെ ഒരു കട്ടറും മാനുവലും തന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ ബുക്ക്, ഇതിൽ എമ്മയുടെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. QR കോഡ്
ഓക്കെ QR കോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂർ എടുക്കും. പിന്നെ ഹാൻഡിൽ തന്നിട്ടുണ്ട്, 2 സൈഡായിട്ട് ഹാൻഡിൽ തന്നതുകൊണ്ട് നമുക്ക് എടുത്ത് പൊക്കി നമുക്ക് ഒരുപാട് ആരോഗ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ, നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തള്ളി ബെഡിൽ, അതായത് കട്ടിലിലോട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചാൽ കൂളിംഗ് സെക്ഷനോട് കൂടി നമുക്ക് ഓർത്തോപീഡിക് പിന്തുണ നൽകും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നടുവേദന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡ് ഷോൾഡറിൻ്റെ താഴെ അങ്ങോട്ടൊക്കെ നമുക്ക് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരുവിധം നമ്മളെ കംഫർട്ടബിൾ ആക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞാനിപ്പം ഇപ്പോൾ ഈ ഒരു ഈ ഒരു ടൈമിൽ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പേർക്കും നടുവേദന വരും. പക്ഷെ ഇതിൽ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഒരു പരിധി വരെ കുറവുണ്ട്. കുഞ്ഞുങ്ങൾക്കാവട്ടെ മുതിർന്നവരാവട്ടെ അവർ നന്നായിട്ട് ഉറങ്ങും. സുഖനിദ്ര ശുഭനിദ്ര എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കേട്ടിട്ട് അതുപോലെയാണ് ഇതിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നമ്മൾ എനിക്കത് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യമാണ്. ഓർത്തോപീഡിക്കായിട്ട് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ഇതിലൂടെ നമുക്കത് ഏറെക്കുറെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ആൻറ്റി സ്കിഡ് ലെയർ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചില മെത്തകളിൽ നമ്മൾ ഒന്നും വെക്കാണ്ട് ഇങ്ങനെ കയറി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അലർജി, ത്വക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അതും എടുത്ത് പറയേണ്ട ഒരു പോയിന്റാണ്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ്, നോ കോസ്റ്റ് EMI ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ എമ്മയുടെ വെബ്സൈറ്റിൽ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്, അപ് ടു 55%. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ്, അതായത് LF55 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 55% പുറമേ 15% ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എന്തോ പറയാം, നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു എമ്മയുടെ മാട്രസ് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജെന്യുവനായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബേബി കരയുന്ന കണ്ടോ നീ? ഓ, എന്തോ ഇത് മീനെന്ന് പറഞ്ഞ് പിടിക്കാൻ വരുന്ന പൂച്ച. ഉറക്കമൊക്കെ എണീറ്റിട്ട് നമ്മുടെ ലക്കി മോൻ എന്താ കഴിക്കണേ? മിച്ചറ് കഴിക്കാണോ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? ഉറക്കം കഴിഞ്ഞോ? ഓ, അതേന്ന് പറ, അതേന്ന് പറ. ബേബി കരയുന്നോടി? പൂച്ച വന്ന് നമുക്ക് അടി കൊടുക്കട്ടെ, അടി കൊടുക്കട്ടാ? ലക്കുമോൻ കഴിക്കണോണ്ട് വന്നതാണ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നിക്കുമോള് ഭയങ്കര കരച്ചില്. അപ്പോൾ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ബൈ.